പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ പിടിയിൽ. നന്ദിക്കരയിൽ നിന്നാണ് ജയാനന്ദൻ പിടിയിലായത്. ജയാനന്ദനെ പിടികൂടിയ എസ്ഐക്ക് അഭിനന്ദന പ്രവാഹം. സ്പീഡ് ഗവർണർ പരിശോധനയിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ബുധനാഴ്ച ചർച്ച നടത്തും. മലയാളത്തിന് ലഭിച്ച ക്ലാസിക്കൽ പദവി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കാനുള്ള ഉപാധിയായി മാത്രം കാണരുതെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി കെ വി തോമസ്. കേരളത്തിൽ സർക്കാർ ജോലി ലഭിക്കാൻ മലയാള ഭാഷ നിർബന്ധമാക്കണമെന്നും കേന്ദ്രമന്ത്രി. ബംഗാളിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലെത്തി സ്വർണം മോഷ്ടിച്ച് കടക്കുന്ന സംഘത്തിലെ ഒരു പ്രതിയെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ സ്വദേശി ബസൽജിത്ത് ഖാനെയാണ് അറസ്റ്റ് ചെയ്തത്. റോഡ് നികുതിയുടെ പേരിൽ സർക്കാർ പിരിച്ചെടുക്കുന്ന കോടികൾ എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ടോൾ പിരിവിന്റെ മറവിൽ വൻ സാമ്പത്തിക കൊള്ളയാണ് നടക്കുന്നതെന്നും മുരളീധരൻ. ഉന്മേഷ് വിശദമായ വാർത്തകളിലേക്ക്. 3 മാസം മുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ദേശീയപാത നെല്ലായിയിൽ സൈക്കിൾ കടയിൽ നിൽക്കുന്ന ജയാനന്ദനെ കണ്ട് സംശയം തോന്നിയ പോലീസ് ജയാനന്ദനെ പിടികൂടുകയായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെ ബിജെപി നയിക്കുന്ന പദയാത്രയ്ക്ക് എസ്കോർട്ട് പോയ ഗ്രേഡ് എസ്ഐ കെ രവിക്കും സംഘത്തിനും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജയാനന്ദനെ കണ്ട് സംശയം തോന്നി. തുടർന്ന് സൈക്കിൾ കടയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ജയാനന്ദനെ കൈയോടെ പിടികൂടുകയായിരുന്നു. അമ്പരപ്പോടെ നിന്ന ജയാനന്ദൻ ആദ്യം ധർമ്മരാജൻ എന്ന് പേര് മാറ്റിപ്പറയുകയും തുടർന്ന് ബോധക്ഷയം വന്നതുപോലെ പെരുമാറുകയും ചെയ്തു. ഇതേ തുടർന്ന് ജയാനന്ദനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് IG S ഗോപിനാഥ്, റൂറൽ SP അജിത ബീഗം, ചാലക്കുടി ഡിവൈഎസ്പി TK തോമസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി PB രാജീവ് തുടങ്ങിയവർ പുതുക്കാട് സ്റ്റേഷനിലെത്തി ജയാനന്ദനെ 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 3 മാസം മുൻപ് ജയിൽ ചാടിയതിനു ശേഷം മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇയാളുടെ വരുമാന മാർഗത്തെക്കുറിച്ചും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് IG S ഗോപിനാഥ് പറഞ്ഞു. ഇതുവരെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇതുവരെ ജീവിച്ചതിനുള്ള വരുമാന മാർഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പിടികൂടുമ്പോൾ കയ്യിൽ 2 മൊബൈൽ ഫോണ്, ചില ഇംപ്ലിമെന്റ്സ്, ഈ ഹൗസ് ബ്രേക്കിംഗ് ഇംപ്ലിമെന്റ്സും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സൈക്കിള് കൈവശമുള്ളതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്, അത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വെളിവാകേണ്ടതാണ്. റിപ്പറിന്റെ സ്വന്തം നാടായ തൃശൂർ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇയാളുടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ 4 സ്ക്വാഡുകളായി അന്വേഷണവും നടത്തിയിരുന്നു. സീനിയർ CPO KS രാധാകൃഷ്ണൻ, CPOമാരായ സിജിത്ത്, KG ബൈജു എന്നിവരും റിപ്പറെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ജയിൽ ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ ഒടുവിൽ പിടിയിലായതോടെ മാളക്കാരുടെ 3 മാസത്തെ ഭീതിക്ക് വിരാമമായി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദൻ 3 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പിടിയിലായത്. കഴിഞ്ഞ 3 മാസമായി മാള മേഖലയിലുള്ളവർ രാത്രി പുറത്തിറങ്ങാൻ വരെ ഭയന്നിരുന്നു. കഴിഞ്ഞ ജൂൺ 10-ന് ജയിൽ ചാടിയ ജയാനന്ദൻ മാള മേഖലയിൽ എത്തിയതായും ചിലർ കണ്ടതായുമുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായതോടെയാണ് മാളക്കാരുടെ ഉറക്കവും സമാധാനവും നഷ്ടപ്പെട്ടത്. ഓരോ ദിവസവും ജയാനന്ദനെ പല സ്ഥലത്തും കണ്ടതായുള്ള സൂചനകൾ വന്നതോടെ അക്കാര്യം നിഷേധിക്കാനാകാതെ പോലീസും വെട്ടിലായി. പിന്നീട് അഭ്യൂഹങ്ങൾക്ക് പുറകെ ജനങ്ങളുടെ സഹകരണത്തോടെ തിരച്ചിൽ നടത്തി ഫലം ഇല്ലാതെ വന്നപ്പോൾ പോലീസിനൊപ്പം ജനങ്ങളും മടുത്തു. പൊയ്യ പഞ്ചായത്തിലെ മാള പള്ളിപ്പുറത്തെ ഇലഞ്ഞിക്കൽ ഫാമിലെ കണ്ടൽ കാടുകളിൽ മാള പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് നിരവധി തവണ തിരച്ചിൽ നടത്തി. ജയാനന്ദൻ ഇവിടെ എത്തിയതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നതായി പോലീസും വ്യക്തമാക്കിയിരുന്നു. പൊയ്യ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രത്യേക തിരച്ചിൽ സംഘങ്ങളും പോലീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. പൊയ്യ, പുത്തൻചിറ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 500 ഏക്കറിലധികം വരുന്ന കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഫാമുകളിലും തുരുത്തുകളിലും TN പ്രതാപൻ MLAയുടെ നേതൃത്വത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ജയാനന്ദൻ പിടിയിലായില്ലെങ്കിലും ഇല്ലെന്ന് ഉറപ്പുവരുത്തി ജനങ്ങളുടെ ഭീതി അകറ്റാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. അതിനിടെ ജയാനന്ദൻ തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി സൂചന കിട്ടിയതോടെ ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതിയിരുന്നു. ജയാനന്ദൻ നെല്ലായിയിൽ നിന്ന് പിടിയിലായതോടെ ഇയാൾ മാളയിലും കൊടകരയിലെ പരിസര പ്രദേശങ്ങളിലും കണ്ടതായുള്ള പ്രചാരണം ഒരുപക്ഷെ ശരിയായിരുന്നോ എന്ന് സംശയിക്കുന്നുണ്ട്.
ജയാനന്ദനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് പോലീസിന് നാണക്കേടുണ്ടാക്കിയ അവസരത്തിലാണ് ഇപ്പോൾ പിടിയിലായത്. മാള മേഖലയിൽ ജയാനന്ദൻ ജയിൽ ചാടിയ ശേഷം നടന്ന നിരവധി മോഷണങ്ങൾ സംബന്ധിച്ച ദുരൂഹതകൾ ഏറെയായിരുന്നു. ഓരോ ദിവസവും ജയാനന്ദനെ പിടിച്ചുവെന്ന അഭ്യൂഹങ്ങളാണ് പരന്നത്. ജയിൽ ചാടി 3 മാസം തികഞ്ഞ ദിവസം തന്നെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട ജയാനന്ദൻ പിടിയിലായതോടെ മാളക്കാർക്ക് മാത്രമല്ല തങ്ങളെ വട്ടം കറക്കിയ പ്രതിയെ തിരഞ്ഞ് അലഞ്ഞ പോലീസിനും ഏറെ ആശ്വാസമായിരിക്കുകയാണ്. TCV ന്യൂസ് മാള. ജയിൽ ചാടിയ ജയാനന്ദൻ തൃശൂർ ജില്ലയിലുണ്ടെന്ന പോലീസിന്റെ കണക്കുകൂട്ടൽ ശരിയായി. ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം നടക്കുമ്പോഴും ജയാനന്ദനു വേണ്ടി ജില്ലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തിയിരുന്നു. തൃശൂരിലെ പല സ്ഥലങ്ങളിലും ജയാനന്ദനെ കണ്ടതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുമ്പോൾ കഴിഞ്ഞ ജൂൺ 10-നാണ് ജയാനന്ദൻ തടവ് ചാടിയത്. ജയാനന്ദനൊപ്പം തടവ് ചാടിയ ഊപ്പ പ്രകാശൻ പിന്നീട് അറസ്റ്റിലായിരുന്നു. സംഭവത്തെ തുടർന്ന് ഡെപ്യൂട്ടി ജയിലർ TR രാജീവ്, ചീഫ് വാർഡൻ PV എബ്രഹാം, ഹെഡ് വാർഡന്മാരായ അബ്ദുൾ റഷീദ്, രാജീവ് കുമാർ, പ്രതാപ് ചന്ദ്രൻ എന്നിവരെയും 3 താൽക്കാലിക ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇരട്ടക്കൊലക്കേസ് ഉൾപ്പെടെ 7 കൊലക്കേസുകളിൽ പ്രതിയാണ് ജയാനന്ദൻ. ജൂൺ 9-ന് രാത്രി സെല്ലിന്റെ പൂട്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് അറുത്തുമാറ്റിയാണ് തടവുകാർ പുറത്തുകടന്നത്. വിവരം പെട്ടെന്നറിയാതിരിക്കാൻ സെല്ലിൽ തലയിണയും കിടക്കയും മനുഷ്യാകൃതിയിൽ വച്ചിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ജയിൽ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന മുളയും മറ്റു തടികളും തുണികൊണ്ട് കൂട്ടിക്കെട്ടി ഏണിയുണ്ടാക്കിയാണ് ജയിലിന്റെ മതിൽ ചാടിയത്. 3 വർഷം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സമാനമായ രീതിയിൽ ഇയാൾ പുറത്തു ചാടിയിരുന്നു. അഴികൾക്കിടയിലൂടെ കടക്കാൻ പട്ടിണി കിടന്ന് മെലിഞ്ഞാണ് അന്ന് രക്ഷപ്പെട്ടത്. പുത്തൻവേലിക്കര നെടുമ്പള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ദേവകിയെ 2006 ഒക്ടോബർ 1 പുലർച്ചെ 1 മണിക്ക് കൊലപ്പെടുത്തിയ കേസിലാണ് മാള പള്ളിപ്പുറം ചെന്തുരുത്തി കുറുപ്പംപറമ്പിൽ ജയാനന്ദന് വധശിക്ഷ വിധിച്ചത്. കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം ആഭരണ മോഷണമാണ് ഇയാളുടെ രീതി. 7 കേസിൽ 5 കുറ്റവിമുക്തനാക്കി. മറ്റൊരു കേസിൽ 20 വർഷം പരോളില്ലാത്ത കഠിന തടവ് ഉറപ്പാക്കുന്ന ജീവപര്യന്തം ശിക്ഷ കൂടി അനുഭവിക്കുകയായിരുന്നു. നേരത്തെ 2010 ജൂൺ 14-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലിരിക്കെ വിചാരണ നടക്കുന്നതിനിടയിൽ ജയാനന്ദൻ ജയിൽ ചാടുകയും പിന്നീട് ഊട്ടിയിൽ പിടിയിലാവുകയും ചെയ്തിരുന്നു. 2007-ൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴും സെല്ലിൽ നിന്നും പുറത്തേക്ക് തുരങ്കമുണ്ടാക്കാൻ ശ്രമിച്ചത് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. ജയാനന്ദനെ പിടികൂടിയ 4-അംഗ പോലീസ് സംഘത്തിന് അഭിനന്ദന പ്രവാഹം. ഗ്രേഡ് SA KK രവിയുടെ നേതൃത്വത്തിലാണ് നെല്ലായിൽ വെച്ച് ജയാനന്ദനെ പിടികൂടിയത്. എയർ ക്യാമ്പിൽ ജോലി ചെയ്യുന്നതിനിടയിൽ വിയ്യൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന റിപ്പറിനെ കോടതിയിൽ കൊണ്ടുപോകുന്ന സംഘത്തിലുണ്ടായിരുന്ന സുജിത്തിനാണ് ആദ്യം സംശയം തോന്നിയത്. റിപ്പറിനെ മുമ്പ് കണ്ടിട്ടുള്ള CPO ബൈജുവും സംശയം ശരിവെച്ചതോടെ SA KK രവി പിടികൂടുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. റിപ്പർ അറിയാതെ പിന്നിൽ കൂടി ചെന്നാണ് പിടികൂടിയത്. പിടികൂടിയ ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ച സമയം മുതൽ ഇവർക്ക് അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് അഭിനന്ദിച്ചത്. DGP, ADGP എന്നിവരും ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും IG, SP, DYSP തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അഭിനന്ദിക്കുകയും ചെയ്തു. 23-ാം വിവാഹ വാർഷിക ദിനത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് റിപ്പറിനെ പിടികൂടാൻ കഴിഞ്ഞത് KK രവിക്ക് ഇരട്ടി മധുരമായി. സ്പീഡ് ഗവേണർ പരിശോധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ബുധനാഴ്ച ചർച്ച നടത്തും. സ്പീഡ് ഗവേണർ പരിശോധനയിൽ പ്രതിഷേധിച്ച് ഇന്നലെ അർദ്ധരാത്രിയാണ് ബസ് സമരം ആരംഭിച്ചത്. എന്നാൽ ജില്ലയിൽ ചില റൂട്ടുകളിൽ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. KSRTC ബസ്സുകളും സർവീസ് നടത്തി. ബസ് ഉടമകളുടെ സമരം അനാവശ്യമാണെന്ന പരക്കെ ആരോപണവും ഉയർന്നിരുന്നു. നിയമം പാലിക്കേണ്ട ബസ്സുടമകൾ സ്പീഡ് ഗവേണർ പരിശോധനയ്ക്കെതിരെ രംഗത്ത് വന്നത് ജനങ്ങളുടെ ഭിന്നാഭിപ്രായങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേസമയം സ്പീഡ് ഗവേണർ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. ഓണപരീക്ഷയും ഓണ സീസണും അവഗണിച്ച് സ്വകാര്യ ബസ്സുടമകൾ സമരം ആരംഭിച്ചതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. മലയാളത്തിന് ലഭിച്ച ക്ലാസിക്കൽ പദവി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കാനുള്ള ഉപാധിയായി മാത്രം കാണരുതെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി KV തോമസ് അഭിപ്രായപ്പെട്ടു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ശ്രേഷ്ഠ മലയാള ഗ്രന്ഥാവലി, എന്റെ കേരളവും ചരിത്രവും ഭാവിയും എന്നീ പുസ്തക പരമ്പരകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സർക്കാർ ജോലി ലഭിക്കാൻ മലയാള ഭാഷ നിർബന്ധമാക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃഭാഷ നിർബന്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മലയാള ഭാഷയുടെ സംരക്ഷണത്തിന് ഏകോപന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലയാളത്തിന് അർഹമായ പ്രാധാന്യം നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കേരള
ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ AR തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ IP പോൾ, തേറമ്പിൽ രാമകൃഷ്ണൻ MLA, ഡോക്ടർ B ബാലചന്ദ്രൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, ശ്രീമൂലനഗരം മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനത്തെ സീനിയർ പ്രോത്സാഹകരായിരുന്ന രാഘവർമ്മ തമ്പുരാൻ ഒരുമിച്ച് അന്ന് ബംഗാളിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലെത്തി സ്വർണം മോഷ്ടിച്ച് കടക്കുന്ന സംഘത്തിലെ ഒരു പ്രതിയെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിയ്യാരത്ത് സ്വർണ്ണപ്പണിശാലയിൽ പണിക്കാരനാണെന്ന വ്യാജേന എത്തി 5 ലക്ഷം രൂപ വിലമതിക്കുന്ന 180 ഗ്രാം സ്വർണം കവർന്ന പ്രതി ബംഗാൾ സ്വദേശി ബസൽജിത്ത് ഖാനെയാണ് നെടുപുഴ SA അനിൽ T മേപ്പിളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ബംഗാൾ സ്വദേശിയായ ഗുലാം ഹുസൈൻ എന്നയാളുടെ പണിശാലയിൽ എത്തി 2ാം ദിവസം നിർമ്മാണ സ്വർണവുമായി മുങ്ങുകയായിരുന്നു. സ്വർണം കവർന്നതോടൊപ്പം സ്വർണ്ണപ്പണിശാലയിൽ നൽകിയിരുന്ന തിരിച്ചറിയൽ കാർഡും ഫോട്ടോയും മേശയിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. പോലീസ് ബംഗാളിൽ എത്തിയതറിഞ്ഞ പ്രതി കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. ചേർപ്പിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. ബംഗാളിൽ നിന്ന് സ്വർണ്ണപ്പണി നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിമാനത്തിൽ എത്തുകയും സ്വർണം കവർന്ന ശേഷം വിമാനത്തിൽ ബംഗാളിലേക്ക് തിരികെ പോകുകയുമാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സീനിയർ പോലീസ് ഓഫീസർ ജയനാരായണൻ, സിവിൽ പോലീസ് ഓഫീസർ ജീവൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. റോഡ് നികുതിയുടെ പേരിൽ സർക്കാർ പിരിച്ചെടുക്കുന്ന കോടികൾ എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ധവളപത്രം ഇറക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ ആവശ്യപ്പെട്ടു. ടോൾ കൊള്ള അവസാനിപ്പിക്കുക, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് നടത്തുന്ന കാൽനട ജാഥയ്ക്ക് കൊടകരയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോൾ പിരിവിന്റെ മറവിൽ വൻ സാമ്പത്തിക കൊള്ളയാണ് നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കണം. ഭരണപ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ബദൽ ജനകീയ ശക്തികളോടൊപ്പം അണിനിരക്കാൻ മുരളീധരൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, ദേശീയ കൌൺസിൽ അംഗം PS ശ്രീരാമൻ, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, രവികുമാർ ഉപ്പത്ത്, VK മുരളി, A ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷവർമ കഴിച്ചതിനെ തുടർന്ന് യുവാവിന് ഭക്ഷ്യവിഷബാധ. അഗതിയൂർ ചാഴൂർ വീട്ടിൽ ജോൺ മകൻ ധനീഷിനാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം പെരുമ്പിലാവിലെ അൽസാക്കി ഹോട്ടലിൽ നിന്നാണ് ഷവർമ കഴിച്ചത്. വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഛർദി അനുഭവപ്പെടുകയായിരുന്നു. അവശനിലയിലായ ധനീഷിനെ ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസും പെരുമ്പിലാവിലെ അൽസാക്കി ഹോട്ടലിൽ പരിശോധന നടത്തി. ഹോട്ടൽ അടച്ചുപൂട്ടാൻ കടവല്ലൂർ പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കോൺഗ്രസിനുള്ളിലെ ഐക്യക്കുറവാണ് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കാരണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. അന്തരിച്ച കോൺഗ്രസ് നേതാവും വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ചന്ദ്രൻ വട്ടംപറമ്പിലിന്റെ പേരിൽ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിലയിരുത്തണം. UDF സ്ഥാനാർത്ഥിയുടെ പരാജയം പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. കേന്ദ്രത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അത് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. അതിനാൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് വരണം. പാവപ്പെട്ടവരെ സഹായിക്കാൻ അതീവ ഉത്സാഹം കാണിച്ച നേതാവായിരുന്നു ചന്ദ്രൻ വട്ടംപറമ്പിൽ. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ചന്ദ്രന്റെ പാത പിന്തുടരുന്നത് അഭിനന്ദനാർഹമാണെന്നും അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. ചന്ദ്രൻ വട്ടംപറമ്പിൽ ട്രസ്റ്റ് ചെയർമാൻ നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. DCC സെക്രട്ടറി ജോസഫ് ചാലിശ്ശേരി മുതിർന്ന സാമൂഹിക പ്രവർത്തകരെ ആദരിച്ചു. സഹകരണ ബോർഡ് വൈസ് ചെയർമാൻ EK ദിവാകരൻ, ഗായകൻ അജിത് കൈലാസിനെ അനുമോദിച്ചു. മികച്ച കർഷകർക്കുള്ള അവാർഡ് വിതരണം ഖാദി ബോർഡ് ചെയർമാൻ V കേശവൻ നിർവഹിച്ചു. മികച്ച NSS വളണ്ടിയർമാർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഡയാന P സൈമണിനെയും GG ഔസേപ്പിനെയും ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല പത്മനാഭൻ ഉപഹാരം നൽകി അനുമോദിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ, ട്രസ്റ്റ് രക്ഷാധികാരി PP രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർധനരായ വയോധികർക്ക് ഓണപ്പുടവ നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.
പാവറട്ടി കനൽ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വികസന ചർച്ചയിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട 10 കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. പാവറട്ടിയിൽ പുതിയ സ്ഥലം ഏറ്റെടുത്ത് മിനി സിവിൽ സ്റ്റേഷൻ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനും പാവറട്ടി സെന്ററിലെ വികസനത്തിന് സ്വകാര്യ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത വ്യാപാരികൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താനും സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ചാവക്കാട്ടേക്കുള്ള റോഡിൽ കാശ്മീർ റോഡ് ജംഗ്ഷൻ വരെ ആഴമുള്ള കാന നിർമ്മിക്കാനും വികസന ചർച്ചയിൽ തീരുമാനമായി. ബസ് സ്റ്റാൻഡിന് കിഴക്ക് പൊളിക്കാൻ അനുമതിയായ പഞ്ചായത്തിന്റെ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കുക, ചിറ്റാട്ടുകര റോഡിൽ നിന്ന് പുതിയ ബൈപ്പാസ് റോഡ് പൂവത്തൂർ റോഡിലേക്ക് നിർമ്മിക്കുക, സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഗതാഗത യോഗ്യമായ റിംഗ് റോഡ് നിർമ്മിക്കുക, മത്സ്യമാർക്കറ്റ് നവീകരണം നടപ്പിലാക്കുക, ഗതാഗത കുരുക്കിന് പരിഹാരമായി ചിറ്റാട്ടുകര റോഡിൽ നിന്ന് വൺ വേ സംവിധാനം ഏർപ്പെടുത്തുക, സെന്ററിന്റെ മാലിന്യ പ്രശ്നത്തിന് മാത്രമായി സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, ഓട്ടോറിക്ഷ പാർക്കിംഗ് ശാസ്ത്രീയമായി പുനഃസംവിധാനം ചെയ്യുക എന്നിവയാണ് മറ്റ് പരിപാടികൾ. 10 ഇന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് OJ ഷാജൻ ചെയർമാനും ജോൺ O പുലിക്കാട്ടിൽ കൺവീനറും ജോഷി വടക്കൻ ട്രഷററുമായി 7-അംഗ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പാവറട്ടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന വികസന ചർച്ച പാവറട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ റെക്സി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. OJ ഷാജൻ അധ്യക്ഷത വഹിച്ചു. CF ഷാജു വിഷയാവതരണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, പൌരപ്രമുഖർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. TCV ന്യൂസ് പാവറട്ടി. കാലിക്കറ്റ് സർവകലാശാലയുടെ മാത്തമാറ്റിക്സ് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 1ഉം 2ഉം റാങ്കുകൾ തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിലെ വിദ്യാർത്ഥികൾക്ക്. മുക്കാട്ടുകര സ്വദേശിനി ബി രശ്മിക്കാണ് 1ാം റാങ്ക്. ശക്തൻ തമ്പുരാൻ കോളേജിലെ തന്നെ TM പ്രവീണ 2ാം റാങ്ക് കരസ്ഥമാക്കി. പ്രവീണ ഇപ്പോൾ ശക്തൻ തമ്പുരാൻ കോളേജിലെ അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുകയാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ ഗസ്റ്റ് അധ്യാപകർക്ക് ഇത്തവണയും പട്ടിണിയുടെ ഓണമാണ്. ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട് 1 വർഷം പിന്നിടുന്നു. 1 വർഷമായി ശമ്പളമില്ലാതെയാണ് കേരളവർമ്മ കോളേജിലെ ഗസ്റ്റ് അധ്യാപകർ ജോലി നോക്കുന്നത്. മാനേജ്മെന്റിന്റെയും ഓഫീസ് സ്റ്റാഫിന്റെയും വീഴ്ച മൂലമാണ് ശമ്പളം മുടങ്ങിയതെന്നാണ് ഗസ്റ്റ് അധ്യാപകർ ആരോപിക്കുന്നത്. മുമ്പ് കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നുവെങ്കിലും 2 വർഷം മുമ്പാണ് സ്ഥിതി മാറിയത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള ശമ്പളം ഇതുവരെ ലഭിക്കാത്തതിനു പിന്നിൽ കോളേജ് ഓഫീസിന്റെ അനാസ്ഥയാണെന്നും അധ്യാപകർ ആരോപിക്കുന്നു. കേരളവർമ്മ കോളേജിൽ ജോലി നോക്കുന്ന 20-ലേറെ വരുന്ന അധ്യാപകരുടെ ശമ്പള ബിൽ കഴിഞ്ഞ നവംബറിന് ശേഷം DD ഓഫീസിലേക്ക് അയച്ചിട്ടില്ല. ശമ്പളമില്ലാതെ പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പല അധ്യാപകരും മറ്റു കോളേജുകളിലേക്ക് മാറി. ഓണക്കാലം എത്തിയതോടെ ശമ്പള ബില്ലിനായി ഓഫീസിൽ കയറിയിറങ്ങുന്നതല്ലാതെ യാതൊരു നടപടിയില്ലെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ഗസ്റ്റ് അധ്യാപകർക്ക് പട്ടിണിയോണം, 1 വർഷമായി ശമ്പളം നൽകാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധിക്കുകയാണ് ഗസ്റ്റ് അധ്യാപകർ. TCV ന്യൂസ് തൃശൂർ. ഇനി ഓണവിശേഷങ്ങളിലേക്ക്. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേബിൾ പോയിന്റ്, MG റോഡ് തൃശൂർ, കോയമ്പത്തൂർ റോഡ് കൽമണ്ഡപം പാലക്കാട്. കടങ്ങോട് ഗ്രാമത്തിലെ വീടുകളിൽ പൂക്കളമിടാൻ തമിഴ്നാട്ടിലെ പൂക്കളെ കാത്തിരിക്കേണ്ട. കടങ്ങോടിന്റെ പ്രിയപ്പെട്ട കർഷകൻ പത്മനാഭൻ ഗ്രാമവാസികൾക്കായി ഹൈടെക് രീതിയിലാണ് പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. കർഷകശ്രീ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കർഷകനാണ് കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭൻ. മണ്ണിനെ മനസ്സിലാക്കി കൃഷിയിറക്കുന്ന ഈ കർഷകന്റെ കൃഷിരീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. എന്തിനും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾ അത്തപ്പൂക്കളമൊരുക്കാൻ തമിഴ്നാട് വാഹനങ്ങളെ കാത്തിരിക്കുന്ന ഗതികേട് മനസ്സിലാക്കിയാണ് പത്മനാഭൻ സ്വന്തം ഗ്രാമത്തിൽ ഉള്ളവർക്കെങ്കിലും മലയാള മണ്ണിന്റെ മണമുള്ള പൂക്കൾ നൽകാൻ തീരുമാനിച്ചത്. ഇതിനുവേണ്ടി ഹൈടെക് കൃഷിരീതിയാണ് ഈ കർഷകൻ തിരഞ്ഞെടുത്തത്. 400 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഹൈടെക് പോളി ഹൌസുകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലിയും വാടാർമല്ലിയുമാണ് പത്മനാഭൻ വിരിയിച്ചെടുത്തത്. ഏത് കാലാവസ്ഥയിലും കൃഷി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഹൈടെക് പോളി കൃഷിരീതിയുടെ പ്രത്യേകത. പച്ചക്കറിക്കായി നിർമ്മിച്ച ഹൈടെക് പോളി ഹൌസുകൾ പൂക്കൃഷിക്കായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വിപണി വിലയേക്കാൾ വളരെ താഴ്ന്ന നിരക്കിലാണ് ഗ്രാമവാസികൾക്ക് പത്മനാഭൻ പൂക്കൾ നൽകുന്നത്. പൂക്കൃഷി കൊണ്ട് വലിയ ലാഭം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നഷ്ടമുണ്ടാകില്ല എന്നാണ് പത്മനാഭന്റെ അഭിപ്രായം. ഇത് മാതൃകയാക്കി അടുത്ത ഓണക്കാലത്തെങ്കിലും മലയാളികൾ
സ്വന്തം തോട്ടത്തിലെ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം തീർക്കണമെന്നാണ് പത്മനാഭൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏത് കൃഷിയും നടക്കും എന്നുള്ളതിൽ തെളിവായി. പൂക്കൃഷി തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും വിപുലമായിട്ട് ഉണ്ടാക്കാന്നുള്ളത് ഹൈടെക് പോളി ഹൗസിലും നമ്മൾ പുറത്തും കൃഷി ചെയ്തു നോക്കി. ഒരു നാട്ടിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഇതിനുവേണ്ടി ആര് സമീപിച്ചാലും ലാഭകരമായ രീതിയിലുള്ള ഹൈടെക് കൃഷിരീതി പഠിപ്പിക്കാനും പത്മനാഭൻ തയ്യാറാണ്. പൂക്കൃഷി കൂടാതെ ഓണത്തിന് വിഷമില്ലാത്ത പച്ചക്കറികൾ നാട്ടുകാർക്ക് നൽകാൻ പത്മനാഭന്റെ ഹൈടെക് പോളി ഹൗസുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. തീർത്തും ജൈവരീതിയിൽ കൃഷിയിറക്കുന്ന പച്ചക്കറികളുടെ രുചി തന്നെയാണ് പത്മനാഭന്റെ തോട്ടത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ഓണത്തിന്റെ വരവറിയിച്ച മാള ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പറമ്പിൽ നടത്തിയ തുമ്പപ്പൂ അത്തം ഘോഷയാത്ര അവിസ്മരണീയമായി. നിശ്ചല ദൃശ്യങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും പ്രച്ഛന്നവേഷങ്ങളുടെയും അകമ്പടിയോടെ സ്ത്രീശക്തി തെളിയിച്ച ഘോഷയാത്ര ഓണക്കാഴ്ചയുടെ വിരുന്നായി മാറി. ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം അടക്കമുള്ള വിവിധ മത്സരങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തി. മാള ഹോളി ഗ്രേസ് അക്കാദമിയുടെ കവാടത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് അണിനിരന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ ആളൂർ, മാള, പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളാണ് ഓരോ ബാനറുകളുടെ കീഴിൽ നിരന്നത്. ഘോഷയാത്ര വലിയപറമ്പ് സെന്ററിലെത്തിയപ്പോൾ KP ധനപാലൻ MP, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, സംസ്ഥാന സഹകരണ ക്ഷേമനിധി ബോർഡ് അംഗം AR രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കാളികളായി. ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പുരസ്കാരം വിതരണം ചെയ്തു. ഘോഷയാത്രയിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനവും പൊയ്യ പഞ്ചായത്ത് 2ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിന് ശേഷം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ സുധീർ പറവൂർ ഓണപ്പാട്ടുകൾ കോർത്തിണക്കി അവതരിപ്പിച്ച ഗാനമേളയോടെയാണ് തുമ്പപ്പൂ പരിപാടി സമാപിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ഓണപ്പുടവ നൽകി. ബ്ലോക്കിലെ മികച്ച സ്വാശ്രയ സംഘങ്ങളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ 10 പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KB പോയിന്റ്, MC റോഡ്, തൃശൂർ, കോയമ്പത്തൂർ റോഡ്, കൽമണ്ഡപം, പാലക്കാട്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് കടൽത്തീരത്ത് അത്ഭുത കാഴ്ചയായി തിരകൾക്ക് വെള്ളിനിറം. കടപ്പുറം മുനയ്ക്കക്കടവ് മുതൽ പഞ്ചവടി വരെയുള്ള കടൽത്തീരങ്ങളിൽ ഇന്ന് രാത്രി 9 മണിയോടെയാണ് കടലിൽ പ്രകാശപൂരിതമായി കാണുന്നത്. കടൽ മുഴുവൻ വെള്ളി നിലാവ് പെയ്തിറങ്ങിയ മനോഹര കാഴ്ചയാണ്. ഒട്ടേറെ പേർ കടപ്പുറത്തെ അത്ഭുത കാഴ്ച കാണാൻ എത്തി. കടൽ ജലം കയ്യിലെടുത്താൽ പെയിന്റ് രൂപത്തിൽ പ്രതിഫലനമായിട്ടാണ് കാണുന്നതെന്നും പറയുന്നു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി. ഓപ്പറേഷൻ സേവന എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡിന്റെ ഭാഗമായാണ് പരിശോധന. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ്, ചാലക്കുടി നഗരസഭ ഓഫീസ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് വിജിലൻസ് ഡിവൈഎസ്പി SR ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നത്. തൃശൂർ സബ് കളക്ടറായി മീർ മുഹമ്മദ് അലി ചുമതലയേറ്റു. RDO ആയിരുന്ന VK ഭാർഗവി LA ഡെപ്യൂട്ടി കളക്ടറായി സ്ഥലം മാറിയ ഒഴിവിലാണ് നിയമനം. വിനായക ചതുർത്ഥി ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടുവിലാലിൽ മഹാഗണപതി ക്ഷേത്രത്തിലെ നിമഞ്ജന ഗണേശ വിഗ്രഹ നഗരപ്രദക്ഷിണം നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം നടുവിലാൽ മഹാഗണപതി നടയിൽ നിന്ന് ആരംഭിച്ച നിമഞ്ജന നഗരപ്രദക്ഷിണത്തിൽ ഗണേശസ്തുതികളുമായി നിരവധി പേർ പങ്കെടുത്തു. ഘോഷയാത്ര കൺവീനർ പ്രസാദ്, ഭാരവാഹി പരമേശ്വരയ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരപ്രദക്ഷിണത്തിന് ശേഷം പടിഞ്ഞാറച്ചെറിയിൽ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പും തുടർന്ന് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും അരങ്ങേറി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിക്കും ചിറയ്ക്കും ദോഷമാകാത്ത വിധമായ ഇക്കോ ഫ്രണ്ട്ലി ഗണേശ വിഗ്രഹമാണ് നടപ്പിലാക്കിയിരുന്നത്.
ഗണേശസ്തുതികൾ ഉരുവിട്ട ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ ചാവക്കാട് വിനായക തീരത്ത് നിമജ്ജനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 68 വിഗ്രഹങ്ങളാണ് നിമജ്ജനം ചെയ്തത്. ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ച പ്രധാന ഘോഷയാത്രയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. പിന്നീട് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്രകൾ ഒന്നിനു പിറകെ ഒന്നായി വിനായക തീരത്ത് എത്തിക്കുകയായിരുന്നു. സമാപന സമ്മേളനത്തിൽ പ്രാന്തീയ ധർമ്മജാഗരൻ പ്രമുഖ് VK വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. CI KG സുരേഷ്, SA MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ജില്ലയിലെ വൈരക്കൽ തൊഴിലാളികളുടെ ബോണസ് സംബന്ധിച്ച തർക്കം PA മാധവൻ MLA വിളിച്ച അനുരഞ്ജന യോഗത്തിൽ ഒത്തുതീർപ്പായി. ഒരു വർഷം തൊഴിൽ ചെയ്ത തൊഴിലാളികൾക്ക് 3300 രൂപ ബോണസ് നൽകും. കഴിഞ്ഞ വർഷത്തേക്കാൾ 100 രൂപയുടെ വർധനവാണ് തീരുമാനിച്ചത്. ബോണസ് സംഖ്യ 12-ന് വിതരണം ചെയ്യും. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പ്രത്യേകം സജ്ജീകരിച്ച ഓണച്ചന്ത ശക്തൻ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ V രാധാകൃഷ്ണൻ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KS ചന്ദ്രാനന്ദൻ, ജില്ലാ സെക്രട്ടറി രാജു, വൈസ് പ്രസിഡന്റ് KA തോമസ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VR കൃഷ്ണകുമാർ, പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ പ്രസിഡന്റ് VV സതീഷ്, KU ഷമീർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇത് തുടർച്ചയായ 3ാം വർഷമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേരള പോലീസ് അസോസിയേഷനുമായി സഹകരിച്ച് ഓണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്കായി പ്രത്യേകം ഓണം കൌണ്ടർ ആരംഭിക്കുന്നത്. തൃശൂർ നഗരത്തിൽ മദ്യപിച്ച ആംബുലൻസ് ഓടിച്ച ഡ്രൈവറെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മാടത്ത് ആംബുലൻസ് സർവീസ് നടത്തുന്ന അമ്മാടം സ്വദേശി പൂവത്തിങ്കൽ വിശ്വം രാധാകൃഷ്ണനെയാണ് SAP ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡ്രൈവറെ പിഴ ഈടാക്കി ജാമ്യത്തിൽ വിട്ടു. ജില്ലാ സഹകരണ ബാങ്ക് അമലാനഗർ ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഓണം സ്പെഷ്യൽ നിക്ഷേപം സ്വീകരിക്കൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VO ചുമ്മാറും പാസ്ബുക്ക് വിതരണോദ്ഘാടനം അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TR ജയചന്ദ്രനും JLG വായ്പാ വിതരണം അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ P രാമചന്ദ്രനും നിർവഹിച്ചു. പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB രാമകൃഷ്ണൻ, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TN വിജയകുമാർ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം രേണുക സുരേഷ്, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ KN സുരേഷ്, ബ്രാഞ്ച് മാനേജർ KA ബേബി ആന്റണി, PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ എല്ലാ കുടുംബങ്ങളെയും ബാങ്കിൽ സേവിംഗ്സ് അക്കൌണ്ട് ചേർക്കുന്ന SBI അക്കൌണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത തൃശൂർ കുറുപ്പം റോഡിലെ സഹകരണ ബാങ്ക് ഹാളിൽ ആരംഭിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ എംപ്ലോയീസ് സംഘം പ്രസിഡന്റ് TR ജോയി അധ്യക്ഷനായിരുന്നു. സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CA സെബാസ്റ്റ്യൻ ആദ്യ വിൽപ്പന നടത്തി. സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് MR ഉണ്ണികൃഷ്ണൻ, സൊസൈറ്റി സെക്രട്ടറി MV തോമസ്, സംഘം അംഗങ്ങളായ സാജൻ C ജോസ്, KV അശോകൻ, ജയൻ അരിമ്പാറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് ചന്ത പ്രവർത്തിക്കുക. പപ്പട നിർമ്മാണത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറ്റാട്ടുകര സ്വദേശി കളത്തുപറമ്പിൽ 60 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പടിയൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ രഞ്ജിത്ത് ആണ് മരിച്ചത്. കഴിഞ്ഞ 5-ന് വാർക്കപ്പണിക്കിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചാവക്കാട് മുനയ്ക്കക്കടവിൽ അജ്ഞാത യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. 35 വയസ്സ് തോന്നിക്കും. മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. നീല ജീൻസും നീലയിൽ കറുത്ത വരകളുള്ള ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. 173 സെന്റിമീറ്റർ ഉയരമുണ്ട്. ചാവക്കാട് CI സജീർ, SI MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വേണു നാഗവള്ളിയുടെ ഓർമ്മകൾക്ക് സെപ്റ്റംബർ 9-ന് 3 വയസ്സ്. പ്രണയകഥയിലെ പെൺകുടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. നടൻ മാത്രമായിരുന്നില്ല വേണു നാഗവള്ളി. സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ. വിഷാദഭാവം നിറഞ്ഞ മുഖത്തോടെ വേണു നാഗവള്ളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു ആ മുഖം. കുളത്തിലേക്ക് ചെറു കല്ലുകളെറിഞ്ഞ് ഓളങ്ങളിൽ കണ്ണും നട്ട് നിസ്സംഗനായിരിക്കുന്ന യുവാവിന്റെ മുഖഭാവങ്ങളിൽ
70കളിലെയും 80കളിലെയും യൗവനം പ്രതിഫലിച്ചിരുന്നു. 1979 ഉൾക്കടൽ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ആ മുഖത്ത് മരിക്കുവോളം വിഷാദഭാവം നിലനിന്നു. ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ നായികയുടെ പിതാവിന്റെ റോളിലും ഈ ഭാവത്തിൽ മാറ്റമുണ്ടായില്ല. പഞ്ചവടിപ്പാലം, ആദാമിന്റെ വാരിയല്ലേ എന്നീ സിനിമകളിലൂടെ വേറിട്ട വേഷങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ കിലുക്കം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ തിരക്കഥ വേണു നാഗവള്ളിയുടേതായിരുന്നു. വിഷാദഭാവത്തിന് പിന്നിലെ ഹാസ്യസാഗരം. ലാൽ സലാം, സുഗമോ ദേവി തുടങ്ങിയ സിനിമകൾ ആ സംവിധാന മികവിൽ പിറന്നതായിരുന്നു. എ ഓട്ടോ ഉൾപ്പെടെ നിരവധി സിനിമകൾക്ക് തിരക്കഥയുമെഴുതി. പരിശുദ്ധ പ്രണയത്തിലെ നായകനായി നിരാശാഭരിതനായ വിഷാദഭാവവുമായി വേണു നാഗവള്ളി ഇന്നും ജീവിക്കുന്നു ഓർമ്മകളിലെ സിനിമകളിൽ. കൾച്ചറൽ ഡെസ്ക്, TCV. സ്വർണമെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവാവിനെ കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശി അമ്പലം നൌഷാദ് എന്ന കളിക്കൽ വീട്ടിൽ നൌഷാദാണ് അറസ്റ്റിലായത്. ചിന്ത്രാപ്പിനിയിൽ സ്വർണ്ണപ്പണിക്കാരനായ ചൊവ്വലൂർ സ്വദേശി തേജസ് വീട്ടിൽ ആനന്ദിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 26-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ജോസ് ചിറമേൽ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജോസ് ചിറമേൽ ഓർമ്മദിനം തൃശൂരിൽ ആചരിച്ചു. KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ P ഗംഗാധരൻ സ്മാരക പ്രഭാഷണം നടത്തി. കവി C രാവുണ്ണി, സംവിധായകൻ പ്രിയനന്ദനൻ, നടൻ ജയരാജ് വാര്യർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് MK സുരേഷ് ബാബു സംവിധാനം നിർവഹിച്ച തുന്നൽക്കാരൻ എന്ന നാടകവും അരങ്ങേറി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ പിടിയിൽ. നന്ദിക്കരയിൽ നിന്നാണ് ജയാനന്ദൻ പിടിയിലായത്. ജയാനന്ദനെ പിടികൂടിയ SIക്ക് അഭിനന്ദന പ്രവാഹം. സ്പീഡ് ഗവേണർ പരിശോധനയിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ബുധനാഴ്ച ചർച്ച നടത്തി. മലയാളത്തിന് ലഭിച്ച ക്ലാസിക്കൽ പദവി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കാനുള്ള ഉപാധിയായി മാത്രം കാണരുതെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി KV തോമസ്. കേരളത്തിൽ സർക്കാർ ജോലി ലഭിക്കാൻ മലയാള ഭാഷ നിർബന്ധമാക്കണമെന്നും കേന്ദ്രമന്ത്രി. ബംഗാളിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലെത്തി സ്വർണം മോഷ്ടിച്ചു കിടക്കുന്ന സംഘത്തിലെ ഒരു പ്രതിയെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ സ്വദേശി ബസൽജിത്ത് ഖാനെയാണ് അറസ്റ്റ് ചെയ്തത്. റോഡ് നികുതിയുടെ പേരിൽ സർക്കാർ പിരിച്ചെടുക്കുന്ന കോടികൾ എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ടോൾ പിരിവിന്റെ മറവിൽ വൻ സാമ്പത്തിക കൊള്ളയാണ് നടക്കുന്നതെന്നും മുരളീധരൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.